എഫാത്ത സ്പിരിച്വൽ ചാറ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം. വചനം പഠിപ്പിക്കുകയാണ്: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. നമുക്ക് ഈ വചനത്തിന്റെ പ്രധാന ഭാഗം ഒരിക്കൽ കൂടെ ഏറ്റുപറയാം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുവിൻ. ഈശോ ഈ ഒരു വചനത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത മാതൃക വളരെ വലുതാണ്. ഗുരുവും കർത്താവുമായ ഈശോ വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും മാതൃക തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ഓരോ വർഷവും നമ്മൾ കണ്ടുശീലിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ഒരു പുണ്യദിനമാണ് പെസഹ ദിനം. നമ്മൾ കാണുന്നുണ്ട്, ബഹുമാനപ്പെട്ട വൈദികർ തെരഞ്ഞെടുത്ത 12 പേരുടെ കാലുകൾ കഴുകി ചുംബിക്കുന്നു. ഈശോ പഠിപ്പിച്ച ആ വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും മാതൃക നമുക്ക് പറഞ്ഞു തരുന്നു. തുടർന്ന് ഈ ആചാരങ്ങൾക്ക് ശേഷം ഇതെല്ലാം കണ്ട് നമ്മൾ മടങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പോയതിനു ശേഷം ഈ ഒരു മാതൃക നമ്മളിൽ എത്ര പേർ പിന്തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം. ഇതുമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു ചെറിയ കഥ ഇതാണ്. ഒരു വൃദ്ധനായ മനുഷ്യൻ, വളരെ ഭക്തിയോടും ക്രിസ്തീയ വിശ്വാസത്തോടും കൂടി ജീവിക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹം സ്ഥിരമായി പെസഹ വ്യാഴങ്ങളിൽ പള്ളിയിൽ പോയി അദ്ദേഹത്തിൻ്റെ കാലുകൾ എല്ലാ വർഷവും കഴുകുമായിരുന്നു. ഒരു വർഷം അദ്ദേഹത്തിന്റെ പ്രായാധിക്യം കൊണ്ട്, ചില പ്രത്യേക അസുഖങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് ആ വർഷം പള്ളിയിൽ ഈ പെസഹ തിരുനാളുമായിട്ടുള്ള കാൽ കഴുകൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചില്ല. വളരെ വിഷമിച്ച് ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിലുള്ള ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് അയാൾ കണ്ടത് ഒരു മനുഷ്യൻ കുറെ ചുമടുകൾ തലയിൽ ചുമന്നുകൊണ്ട് നടന്നു പോകുന്നത്. ഉടനെ തന്നെ അയാൾ ചിന്തിക്കുകയാണ്, ഞാൻ എത്രയും വർഷം എൻ്റെ കാലുകൾ ഓരോ വൈദികരായിട്ട് കഴുകി ഞാൻ പെസഹ ദിനത്തിലെ കാൽ കഴുകൽ ശുശ്രൂഷയിൽ അതീവ ഭക്തിയോടുകൂടി പങ്കെടുത്തു. ഈ വർഷം എനിക്ക് സാധിച്ചില്ല, പക്ഷേ ഞാൻ ആ നടന്നു പോകുന്ന മനുഷ്യന്റെ കാലുകൾ കഴുകുവാൻ പോവുകയാണ്. അദ്ദേഹം ഓടിച്ചെന്ന് ആ ചുമടുകൾ താങ്ങിപ്പോകുന്ന മനുഷ്യനെ തടഞ്ഞു നിർത്തി വീട്ടിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവും കൊടുത്തു. അദ്ദേഹത്തോട് കസേരയിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം ഈ വൃദ്ധനായ മനുഷ്യൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഒരു ടവലും കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ കാലുകൾ കഴുകി ചുംബിച്ചു. ഇത് കണ്ട ഈ ചുമട് വഹിച്ചു കൊണ്ടുവന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് എന്താ പറയണ്ടേന്ന് അറിയില്ലായിരുന്നു. കാരണം അദ്ദേഹം ഇങ്ങനൊരു ട്രീറ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു വൃദ്ധനായ മാന്യനായ മനുഷ്യനാണ്, നിങ്ങൾ എൻ്റെ പാദം സ്പർശിക്കുക പോലും ചെയ്യരുത്. കാരണം എൻ്റെ പാദം നിങ്ങൾ സ്പർശിക്കാൻ ഞാൻ യോഗ്യനല്ല. എൻ്റെ അഴുക്ക് പുരണ്ട പാദങ്ങൾ നിങ്ങൾ ഒരിക്കലും സ്പർശിക്കരുത്. ഇത് കേട്ട് ആ വൃദ്ധനായ മനുഷ്യൻ വളരെ പുഞ്ചിരിയോടുകൂടി പറയുകയാണ്, ഈ ഒരു കാര്യം എൻ്റെ ഗുരുവാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ പിന്തുടരുന്ന ക്രിസ്തു എന്ന ഗുരു.
ഞാൻ താങ്കളുടെ പാദം കഴുകിയപ്പോൾ താങ്കൾക്ക് അല്പം സുഖം അനുഭവപ്പെട്ടെങ്കിൽ അത് എൻ്റെ കർത്താവിന് ഞാൻ കൊടുക്കുന്ന വലിയ സമ്മാനമാണ്. ഇങ്ങനെ ഇത്തരം വാക്കുകൾ ഈ ചുമട് വഹിച്ച മനുഷ്യൻ കേട്ടപ്പോൾ അയാൾ പറയുകയാണ്, ഞാനും ഇത്തരത്തിലുള്ള ത്യാഗങ്ങളും ഇത്തരത്തിലുള്ള പ്രവൃത്തികളും എൻ്റെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ ഇനി ശ്രമിക്കും. ഇവരുടെ ഈ ചെറിയ സംഭാഷണം വ്യക്തമാക്കുന്നത് പെസഹ ദിനത്തിൻ്റെ ഒരു വലിയ സന്ദേശം തന്നെയാണ്. യേശുവിൻ്റെ ഈ ഒരു എളിമയുടെയും വിനയത്തിൻ്റെയും മാതൃക വിളിച്ചോതുന്ന മറ്റൊരു വചനഭാഗമാണ് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം. യേശു വ്യക്തമാക്കുകയാണ്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കുവാനും തൻ്റെ ജീവൻ അനേകർക്ക് വേണ്ടി മോചന ദ്രവ്യമായി നൽകുവാനും അത്രേ. വേറൊരു ചിന്തയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. യേശുവിൻ്റെ തന്നെ വാക്കായ എഫാത്ത എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട്, എഫാത്ത